എപ്പിസോഡിന്റെ തുടക്കത്തില് ആ ഒരു ലാബ് കാണിക്കുന്നു. അവിടേക്ക് അവിടേക്ക് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ ആ ചക്ര പവർ, അത് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ആ ഒരു പെയിൻ. അവനിപ്പോ ലാബിലേക്ക് കടന്നു വന്ന് ജിറയമാമൻ കൊണ്ടുവന്ന ബോഡിയിലുള്ള റാഡ് അത് പതിയെ ഇപ്പൊ കളക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും ഒരു ബോംബ് പറന്നു വന്ന് അവിടുന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ കിബയും അവന്റെ അമ്മയും പട്ടിക്കുട്ടിയും. ഇവിടെ പെയിൻ അവൻ രക്ഷപ്പെട്ട് ഇപ്പൊ ചുമരിന്റെ മേലെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അതിന് കിബ പറയും, ഇതാണ് പറ്റിയ അവസരം, നമുക്ക് 3 പേർക്ക് ചേർന്ന് അവനെ തല്ലിക്കൊല്ലണം. അപ്പൊ മറ്റൊരു ഭാഗത്തായി കോണോൻ അവളുടെ പേപ്പർ ഉപയോഗിച്ച് ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു. തക്ഷുകയാവട്ടെ അതിനെ കൊണ്ട് പറ്റും പോലെ ഒരുപാട് പേരെ ഹീൽ ചെയ്യും. അപ്പൊ ഷിനോയും ഫാമിലിയും അവരവിടേക്ക് എത്തിയിട്ട് അവരാൽ കഴിയുന്നത് പോലെ ഇൻസെക്റ്റുകളെ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെ സേവ് ചെയ്യാൻ ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മൈറ്റ് ഗൈൻ ടീമും അവര് മറ്റൊരു മിഷന് വേണ്ടി വേറൊരു സ്ഥലത്താണ്. അപ്പൊ ലീഫ് വില്ലേജിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പക്ഷികളും ജീവികളും എല്ലാം പുറത്തേക്ക് പോകുന്നത് കാണുമ്പോ ലീ പറയും, നമ്മുടെ ഗ്രാമത്തില് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് എത്തണം. കട്ട് ചെയ്ത യഥാർത്ഥ പെയിൻ അവനിപ്പോ ഹൊക്കാഗയുടെ അടുത്തേക്ക് വരും. പെയിൻ ഹൊക്കാഗയോട് പറയും, നീയല്ലേ ഈ ഗ്രാമത്തിലെ ഹൊക്കാഗ, നീയും ഒരു ലെജൻഡറി സെനിയനല്ലേ, എനിക്ക് നിന്നോടാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. കട്ട് ചെയ്ത കിബയുടെ അമ്മ പറയും, നമ്മുടെ ആ ഒരു മൂവ്മെന്റ് ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ആ മൂവ്മെന്റ് അത് എത്രയും പെട്ടെന്ന് നടത്തണം. ഉടനെ കിബയും അവന്റെ അമ്മയും ചേർന്ന് ഡൈനാമിക് പവർ ഉപയോഗിച്ച് അവനെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ജനൽ വഴി ഇപ്പൊ പുറത്തേക്ക് ഓടും. കിബ വിളിച്ചു പറയും, നീ ഓടിയിട്ട് യാതൊരു കാര്യമില്ല, അക്കമൊരു പട്ടിക്കുട്ടിക്ക് നിന്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതേ സമയത്ത് ഷിനോയും ഫാമിലിയും അവരാ കോണവും പെണ്ണിനെ നോക്കി അവര് പരസ്പരം പറയും, ഇവളാൾ നിസ്സാരക്കാരിയല്ല, എന്തൊക്കെ വന്നാലും നമ്മളുടെ ഷീൽഡ് അത് താഴ്ത്താൻ പാടില്ല. അവരുടനെ അവരുടെ ഇൻസെക്റ്റിനെ ഉപയോഗിച്ച് അവളെ വട്ടത്തിൽ പൊതിയാൻ തുടങ്ങും. അവളാണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അവൾ പേപ്പർ ഉപയോഗിച്ച് അവളുടെ ഒരുപാട് ക്ലൗൺസിനെ അവിടേക്ക് കൊണ്ടുവന്ന് ഷിനോയെയും ഫാമിലിയെയും അവരിടിക്കാൻ തുടങ്ങും. അപ്പൊ ഷിനോയുടെ പപ്പയ്ക്ക് ഇപ്പൊ എന്തോ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യും. ആള് പറയും, എന്തോ കുഴപ്പമുണ്ട്, ഇവിടുന്ന് ഓടി മാറുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ അവിടുന്ന് ഓടാൻ തുടങ്ങും. അപ്പോഴായിരിക്കും കോണോൻ അവള് കൊണ്ടുവന്ന ക്ലൗൺസിനെ മുഴുവനായിട്ടും ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ആ തീയുടെ ഇടയിൽ നിന്ന് ഇപ്പൊ റിയൽ കോണോൺ അവള് പുറത്തേക്ക് വരാണ്. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാകെ അവള് പെയിനോട് ചോദിക്കും, എനിക്ക് നിന്നെ അറിയാം, നിന്നെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, നീ ആ പൊടി പയ്യനല്ലേ. അതിനവൻ ചിരിക്കും. അവൻ പറയും, എനിക്ക് ആവശ്യം നിങ്ങളുടെ നറൂട്ടോ കുട്ടപ്പനെയാണ്, ബാക്കി എല്ലാ മോൺസ്റ്റേഴ്സിനെയും ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞു, ഇനി ആ 9 ടൈല് അവനെ കൂടെ ഞങ്ങൾക്ക് കിട്ടണം. എങ്കിലും മാത്രമേ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പുതിയ ലോകം അതെന്നെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. ഞാൻ മാത്രമായിരിക്കും അവരുടെ ദൈവം. സമാധാനം മാത്രം ഞങ്ങളുടെ പുതിയ ലോകത്ത് നിഴങ്ങലിച്ച് നിൽക്കും. അതിന് ഹൊക്കാക പറയും, നീ എത്രയൊക്കെ ശ്രമിച്ചാലും സമാധാനമുള്ള ഒരു ലോകത്തെ നിനക്കൊണ്ടാക്കിയെടുക്കാൻ കഴിയില്ല, കാരണം നിന്റെ മനസ്സ് മുഴുവൻ വയലൻസ് ആണ്. അതിന് പെയിൻ പറയും, നീ എത്രയൊക്കെ ശ്രമിച്ചാലും കുട്ടപ്പനെ അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിനക്ക് കഴിയില്ല. അവൻ അത്രയും പറഞ്ഞ് അവന്റെ റിനീങ്കം പവർ അത് പതിയെ പുറത്തേക്കെടുക്കും. അപ്പൊ ഹൊക്കാക പറയും, കുട്ടപ്പനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കില്ല, അവനാണ് ഞങ്ങളെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ ഈനോയും ഈനോച്ചിയും അസിസ്റ്റന്റ് ചേച്ചിയും അവരെല്ലാവരും ഇപ്പൊ ആരും കാണാത്ത ഒരു പ്രത്യേക സ്ഥലത്ത് മറിഞ്ഞിരിക്കുകയാണ്. ഈനോച്ചി പറയും, ഓരോ പെയിനും ഓരോ പ്രത്യേക പവറാണ്. ഈ പെണ്ണിന്റെ ഡെഡ് ബോഡിയാണ് ഞാൻ കണ്ടത്, പക്ഷെ അവളെങ്ങനെ ഇപ്പൊ ജീവനോട് കൂടെ തിരികെ എത്തി? ഒരു പക്ഷേ ഈ റാഡ് ഉപയോഗിച്ചായിരിക്കും അവരിതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഗ്രാമത്തിലുള്ള വില്ലന്മാരെല്ലാവരും ഡെഡ് ബോഡികളാണ്. യഥാർത്ഥ ആൾക്കാര് അവരിവിടെ എവിടെയോ ഒളിച്ചിരുന്നാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ജിറയ മാമനും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇവരാരും യഥാർത്ഥ പെയിൻ അല്ല. അപ്പൊ യഥാർത്ഥ പെയിൻ അവൻ മറ്റെവിടെയോ നിന്ന് ഇവരെല്ലാം കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അൻപു ബ്ലാക്ക് ഓപ്സിലെ ഒരു സോൾജിയർ പറയും, അവൻ അറ്റ് എ ടൈം 6 പേരെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. അതിന് ഈനോച്ചി ആള് പറയും, ആക്ച്വലി ഈ ഒരു മാനിപ്പുലേഷൻ പവർ അത് ഞങ്ങളുടെ ക്ലാന്റേതാണ്, പക്ഷെ ഞങ്ങളെ കൊണ്ട് പോലും ഒരേ ഒരാളെ മാത്രമേ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇവന് മാത്രം 6 പേരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. അതെങ്ങനെയാണെന്നാണ് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത്. അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, ട്രാൻസ്മീറ്റർ ഉപയോഗിച്ചായിരിക്കും ഒരു പക്ഷേ അവൻ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഒരു നിശ്ചിത ഡിസ്റ്റൻസിനപ്പുറം അത് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ലീഫ് വില്ലേജിൽ എവിടെയോ അവൻ മറിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാര് അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കുമ്പോ അവനിപ്പോ ചാടി വന്ന്
നമ്മുടെ ആൾക്കാരുടെ സെന്ററിൽ നിൽക്കും. നമ്മുടെ ആൾക്കാർ ടെൻഷനായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പക്ഷെ അപ്പോഴേക്കും ആ പെയിൻ അവനിപ്പോ അസിസ്റ്റന്റ് ചേച്ചിയെ ലോക്ക് ചെയ്യും. എന്നിട്ട് ഉടനെ ഇപ്പൊ അവളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി ഈ ഒരു പെയിന് മൈൻഡ് റീഡിങ് കപ്പാസിറ്റിയാണ്. അവനിപ്പോ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും കുട്ടപ്പൻ അവനിപ്പോ തവളകളുടെ എംബാക്കു ഗ്രാമത്തിലാണ് ഉള്ളതെന്ന്. മാത്രമല്ല ആ ഒരു ഇൻഫർമേഷൻ അതവൻ റാഡ് ഉപയോഗിച്ച് അവിടെയുള്ള എല്ലാ പെയിനുകൾക്കും ഉടനെ ട്രാൻസ്ഫർ ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ റിയൽ പെയിൻ അവൻ ഹൊക്കാഗയോട് പറയും, നിങ്ങളുടെ നറൂട്ടോ കുട്ടപ്പൻ അവനിപ്പോ എംബാക്കോ വില്ലേജിലുണ്ടല്ലേ, ഇനിയും ഞാൻ വെറുതെ എന്റെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല എന്ന് പറയും. അത് കേട്ട് ഹൊക്കാഗ ടെൻഷനായിട്ട് നിനക്കെങ്ങനെ അത് മനസ്സിലായി? അതിനവൻ പറയും, ഇനി എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് അവിടേക്ക് എത്തണം. നിങ്ങളുടെ കാലില് ചക്ര പവർ കൊണ്ടുവന്നത് എന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനല്ലേ? അപ്പൊ അതിനർത്ഥം എന്റെ എബിലിറ്റി അത് നിങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ മുഴുവൻ എബിലിറ്റിയും നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ ലക്ഷ്യം അത് ലോക സമാധാനമാണ്. ഉറപ്പായിട്ടും ഞാനത് കൊണ്ടുവരും. അത് കേട്ട് ഒക്കാകെ എനിക്ക് ടെൻഷനാവും. നീ എന്താ പറയണേ? മറ്റുള്ളവരെ കൊന്നും വയലൻസിലൂടെയാണോ നീ സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നേ? അങ്ങനെ ഒരിക്കലും ആരെക്കൊണ്ടും സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. അതിന് പെയിൻ പറയും, യഥാർത്ഥ പെയിൻ എന്താണെന്നും സമാധാനം അത് ഞാൻ എങ്ങനെയാണ് പുനഃസ്ഥാപിക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവനിപ്പോ നൈസായിട്ട് മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അതേസമയം ഇവിടെ ആ ഒരു പെയിൻ ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയുടെ സോളിനെ തന്നെ പതിയെ പുറത്തേക്ക് കൊണ്ടുവരും. കട്ട് ചെയ്ത കുട്ടപ്പൻ ഇവിടെ ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു പ്രത്യേക ജീവി വന്നിട്ട് പറയും, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന നമ്മുടെ തവള അതെങ്ങനെയോ ഇപ്പൊ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. കാരണം കുറച്ച് സമയമായിട്ട് അവന്റെ യാതൊരു ഇൻഫർമേഷനും ഇപ്പൊ വരുന്നില്ല. അത് കേട്ട് ഇപ്പൊ പാത്തവള ഷോക്കാവും. ആള് പറയും, ഇതൊരു നല്ല സൂചനയല്ല, ലീഫ് വില്ലേജില് എന്തോ ഒരു കുഴപ്പം സംഭവിക്കുന്നുണ്ട്. കുട്ടപ്പൻ ടെൻഷനായിട്ട് ഇപ്പൊ തവളയോട് ചോദിക്കും, ഒരു പക്ഷേ നമ്മൾ ഇത്രയും കാലവും പേടിച്ചതുപോലെ അക്കാസ്കി ടീം അവര് ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ടാവോ? അവരിപ്പോ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ടാവോ? അതിന് പാത്തവള പറയും, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ചേർന്ന് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിലേക്ക് പോവാം. കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജില് ഒരുപാട് പേര് പരുക്കുപറ്റി അങ്ങനെ വീണ് കിടക്കാണ്. ഹോസ്പിറ്റലില് പേഷ്യൻസ് കൂടി ഇപ്പൊ ഫില്ലായിട്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു പെയിൻ അസിസ്റ്റന്റ് ചേച്ചിയുടെ സോളിനെ പുറത്തെടുത്ത് ചേച്ചിയുടെ ബോഡി അത് വലിച്ചെറിയും. ഉടനെ റിയൽ പെയിൻ അവൻ 6 പെയിനുകളെയും ഒരു പ്രത്യേക സ്ഥലത്ത് അസംബിൾ ചെയ്യിപ്പിക്കും. അവൻ പറയും, ആ പ്രത്യേക ജിപ്സു അതിപ്പോ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അതേ സമയത്ത് ഗ്രാമത്തില് ഇപ്പൊ കിബയും ചോച്ചിയും ഈനോയും അവരെല്ലാവരും ചുറ്റും നോക്കും. ഇപ്പൊ ഒരു വില്ലന്മാരെയും സമറിൻ അനിമൽസിനെയും അവിടെ കാണാനുണ്ടാവില്ല. കിബയുടെ അമ്മ പറയും, ഒരു പക്ഷേ അവര് പേടിച്ചോടിക്കാണും. അതിന് കിബ പറയും, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അത്ര പെട്ടെന്നൊന്നും അവര് തോറ്റു മടങ്ങില്ല. കട്ട് ചെയ്ത ഹൊക്കാഗ പറയും, എന്തോ വലിയൊരു ദുരന്തം അധികം വൈകാതെ നടക്കും, അതിനുള്ള ലക്ഷണങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കക്ഷുകി, നീ മാക്സിമം നിന്നെ കൊണ്ട് കഴിയുന്ന അത്രയും പേരെ ഹീല് ചെയ്യണം. എനിക്കിതിന്റെ രഹസ്യം അതെന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞ് അവൾ മുൻപോട്ട് പോവും. ഹൊക്കാഗ ഓടി വന്ന് ഇപ്പൊ പെയിനോട് ചോദിക്കും, നീ എന്താടാ ചെയ്യണേ? ദയവ് ചെയ്ത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ജനങ്ങളെ അവരെ വെറുതെ വിടണം. അപ്പൊ കോണവും പെണ്ണും ഇപ്പൊ പെയിനോട് അത് തന്നെ പറയും, നീ ഈ ജിപ്സു അത് ഉപയോഗിക്കരുത്, നിന്റെ ലൈഫിന് പോലും അത് വലിയ റിസ്ക് ആണ്. അതിന് പെയിൻ പറയും, യഥാർത്ഥ പെയിൻ അതെന്താണെന്നറിഞ്ഞാൽ മാത്രമേ ഞാൻ ആഗ്രഹിച്ച പോലൊരു സമാധാനം അതെന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയൂ. അപ്പൊ അതേസമയം മാത്തവള ആള് സമറിൻ ജിപ്സ് ഉപയോഗിച്ച് ലീഫ് വില്ലേജിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ലീഫ് വില്ലേജ് അത് പതിയെ ഇപ്പൊ തകരാൻ തുടങ്ങും. ഞൊടിയിടയില് ഗ്രാമം തകർന്ന് തരിപ്പണാവും. അത് കണ്ട് സാക്കുറ അവള് നറൂട്ടോ എന്ന് വിളിച്ചലറിക്കരയും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ കുട്ടപ്പൻ അവിടേക്ക് മാസായിട്ട് കടന്നു വരും. അവന്റെ കൂടെ തന്നെ മറ്റു 3 തവളകളും ഇപ്പൊ സേഗ് ജിപ്സു ഇട്ട് അങ്ങനെ നിൽക്കാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.